കളി കാര്യമായിരിക്കുകയാണ്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഓരോ ജയം വീതം നേടി പരമ്പരയിൽ 1-1 ഒപ്പമെത്തിയതിനാൽ 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിലെ മൂന്നാം അംഗം തീ പാറുമെന്ന ഉറപ്പ്. ധരംശാലയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടാൽ പഴി ഏറ്റവും അധികം കേൾക്കേണ്ടി വരുന്നത് കോച്ച് ഗൗതം ഗംഭീർ തന്നെയാകും. അതുകൊണ്ട് തന്നെ പിടിവാശി വെടിയാനാകും ഗംഭീറിന്റെ പ്ലാൻ. സഞ്ജുവിനെ മറന്ന ഗില്ലിനെ വെച്ചുള്ള ഗംഭീറിന്റെ കളിയിൽ മുൻ താരങ്ങളും ആരാധകരും അമർഷവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പരിതാപകരമായ പ്രകടനം തുടർന്നിട്ടും ഗില്ലിനെ വെച്ചുള്ള ഭാഗ്യപരീക്ഷണം തെറ്റാണെന്ന് വീണ്ടും വീണ്ടും കാണേണ്ടി വന്നു. അതിനുള്ള വിയോജിപ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഗംഭീറിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒരേ പ്ലേയിങ് 11നെയാണ് ഇന്ത്യ പരീക്ഷിച്ചത്. എന്നാൽ മൂന്നാം അംഗത്തിൽ ടീമിൽ മാറ്റം വരുത്തിയേ മതിയാകൂ. ഗംഭീറിനെതിരെ വികാരമുയർന്ന സാഹചര്യത്തിൽ മൂന്നാം T20യിൽ മാറ്റങ്ങളോടെ തന്നെയാകും ഇന്ത്യ ഇറങ്ങിയേക്കുക. നിലവിലുള്ള പിഴവുകൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഓപ്പണിംഗ് കോമ്പിനേഷനാണ് ഇതിൽ ആദ്യത്തേത്. ഫോം കണ്ടെത്താൻ പെടാപ്പാടുപെടുന്ന ഉപനായകൻ ശുഭ്മൻ ഗില്ല് തന്നെയാണ് പ്രധാന തലവേദന. ഉപനായകനായതുകൊണ്ടും വരാൻ പോകുന്ന T20 ലോകകപ്പിന് മുന്നോടിയായി കളിച്ച് തെളിയാനുമാണ് ഗില്ലിന് വാരിക്കോരി അവസരങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വന്നതിലും വേഗത്തിൽ ഗോൾഡൻ ഡക്കായി മടങ്ങിയതോടുകൂടി ഗില്ലിനെ ഇനിയും ടീമിൽ നിലനിർത്തുന്നത് പന്തിയല്ല എന്ന ബോധ്യം ഗംഭീറിനുണ്ടാകും. ഈ വർഷം കളിച്ച 12 ഇന്നിംഗ്സുകളിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും കുറിക്കാൻ ഗില്ലിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാളെ ബാധ്യതയായി കൊണ്ടു നടക്കുന്നതാണ് ടീം മാനേജ്മെന്റ് കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ചൂണ്ടിക്കാണിക്കാൻ നല്ലൊരു പ്രകടനം പോലും കാഴ്ചവെക്കാത്ത ഗില്ലിനെ ഇനിയെങ്കിലും പുറത്താക്കാനുള്ള ചങ്കൂറ്റം കോച്ച് ഗംഭീറിനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. ഗില്ലിന് പകരം മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണെ വീണ്ടും ഓപ്പണറായി തിരികെ കൊണ്ടുവരുന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും നല്ല പോം വഴി. ഇനി സഞ്ജു ഇതിൽ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എങ്കിൽ പോലും അവസരം നൽകിയതിൻ്റെ പേരിൽ ഗംഭീറിന് പഴി കേൾക്കേണ്ടി വരില്ല. ഇതിനുള്ള സാധ്യതകളാണ് ടീം മാനേജ്മെന്റിന്റെ നിലവിലുള്ള നിലപാടിൽ നിന്നും വ്യക്തമാകുന്നത്. അങ്ങനെ വന്നാൽ സഞ്ജുവിൻ്റെ രാജകീയ മടങ്ങിവരവിന് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കും. സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേരുന്നതോടെ ഇന്ത്യയുടെ ഓപ്പണിംഗ് ദൃഢമാകും. നേരത്തെ മികച്ച വിജയമായി മാറിയ ഓപ്പണിംഗ് കോമ്പിനേഷൻ കൂടിയാണ് ഇത്. ഓപ്പണറായി 3 സെഞ്ചുറികളടക്കം നേടി വിലസവെയാണ് സഞ്ജുവിനെ മാറ്റി ഗില്ലിനെ കളിപ്പിക്കുകയെന്ന വലിയ മണ്ടത്തരം ടീം മാനേജ്മെന്റ് കാണിച്ചത്. സഞ്ജുവിനെ ഓപ്പണിംഗിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ടീം കോമ്പിനേഷനിൽ മറ്റൊരു മാറ്റം കൂടി ഇന്ത്യ വരുത്താൻ ഇടയുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ 3ാം നമ്പറിൽ നിന്നും 4ലേക്ക് മാറ്റിയ ശേഷം പകരം ഈ റോള് തിലക് വർമ്മയ്ക്ക് നൽകിയേക്കും. T20യിൽ തിലകിൻ്റെ ബെസ്റ്റ് പൊസിഷനും ഇതാണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. എന്തായാലും മത്സരവിധി അനുകൂലമായാലും പ്രതികൂലമായാലും അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഗംഭീറിന് തന്നെയാണ്. സഞ്ജുവിനെ ഉൾപ്പെടുത്താതെ അന്തിമ 11നെ ഇറക്കി പരാജയം നേരിട്ടാൽ അത് ഗംഭീറിന് കോച്ച് എന്ന നിലയിൽ വലിയ ക്ഷീണമാകും. ആ ഒരു റിസ്ക് എടുക്കാൻ ഗംഭീർ ഇനിയും മുതിരുമോ എന്നാണ് കണ്ടറിയേണ്ടത്.